കേരള നവോത്ഥാന നായകന്മാരെക്കുറിച്ചുള്ള ഒരു വീഡിയോ സീരീസിൻ്റെ ആദ്യത്തെ ഭാഗമാണ് ഇത്. ഈ ഭാഗത്തിൽ ശ്രീനാരായണ ഗുരുവിനെക്കുറിച്ചാണ് ഞാൻ വിവരിക്കുന്നത്. ശ്രീനാരായണ ഗുരുവിനെക്കുറിച്ചുള്ള ഒരു ചെറിയ വിവരണവും അദ്ദേഹത്തെക്കുറിച്ച് PSC പോലുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസിന് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങളും ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ചോദ്യങ്ങൾ ഏറ്റവും അവസാനമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ശ്രീനാരായണ ഗുരു ഒരു വലിയ വേദാന്തിയും സാമൂഹ്യ പരിഷ്കർത്താവും ആയിരുന്നു. അദ്ദേഹത്തെ കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നാണ് അറിയപ്പെടുന്നത്. അദ്ദേഹം തിരുവനന്തപുരത്ത് ചെമ്പഴന്തിയിൽ വയൽവാരം വീട്ടിൽ 1855 ഓഗസ്റ്റ് 22 ജനിച്ചത്. ഒരു സാധാരണ ഈഴവ കുടുംബത്തിലെ അംഗമായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേര് മാടനാശാൻ എന്നും അമ്മയുടെ പേര് കുട്ടിയമ്മ എന്നും ആയിരുന്നു. അദ്ദേഹത്തെ കുട്ടിക്കാലത്ത് വിളിച്ചിരുന്നത് നാണു എന്നായിരുന്നു. അദ്ദേഹം കേരള നവോത്ഥാന ചരിത്രത്തിൽ വളരെ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. 1888 അരുവിപ്പുറത്ത് നടത്തിയ വിഗ്രഹപ്രതിഷ്ഠ കേരള നവോത്ഥാനത്തിലെ ഒരു പ്രധാന വഴിത്തിരിവായി നമ്മൾ പരിഗണിക്കുന്നു. ആ വർഷം, അതായത് 1888 തന്നെ അരുവിപ്പുറത്ത് വാവൂട്ട് സംഘം എന്ന ഒരു സംഘത്തിന് അദ്ദേഹം രൂപം നൽകി. അത് 1903 ഈ വാവൂട്ട് സംഘം SNDP യോഗത്തിന്റെ ഭാഗമായി മാറി. തൈക്കാട്ട് അയ്യാവ്, ചട്ടമ്പി സ്വാമികൾ തുടങ്ങിയ നവോത്ഥാന നായകന്മാരുമായുള്ള പരിചയം അദ്ദേഹത്തിന്റെ നവോത്ഥാന ചിന്തകൾക്ക് ഊർജം നൽകി. അദ്ദേഹം ആദ്യകാലങ്ങളിൽ ക്ഷേത്ര പ്രതിഷ്ഠകളിലൂടെ അധസ്ഥിത സമുദായങ്ങളെ ശുദ്ധീകരിക്കാനാണ് ശ്രമിച്ചത്. പിന്നീട് ബോധവികാസത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് വിദ്യാലയങ്ങൾ ഉണ്ടാക്കാൻ നേതൃത്വം നൽകി. ക്ഷേത്രങ്ങളോടനുബന്ധിച്ച് സ്കൂളുകൾ, വ്യവസായ കേന്ദ്രങ്ങൾ, കാർഷിക വിപണികൾ, മറ്റ് സ്ഥാപനങ്ങൾ മുതലായവ അദ്ദേഹം സുസജ്ജമാക്കി. വർക്കലക്കുന്ന് ശിവഗിരിയായി മാറിയത് ശ്രീനാരായണ ഗുരുവിന്റെ വിശ്രമസ്ഥലമായതോടെയാണ്. 1909 അദ്ദേഹം ശിവഗിരിയിൽ ശാരദാ മഠത്തിന് തറക്കല്ലിട്ടു. 1913 അദ്ദേഹം ആലുവയിൽ അദ്വൈതാശ്രമം സ്ഥാപിച്ചു. ക്ഷേത്ര പ്രവേശന സമരങ്ങളിലും വൈക്കം സത്യാഗ്രഹത്തിലും ബൗദ്ധിക നേതൃത്വം നൽകിയത് അദ്ദേഹമാണ്. 1922 മഹാകവി ടാഗോറും 1928 ഗാന്ധിജിയും നാരായണ ഗുരുവിനെ സന്ദർശിച്ചിട്ടുണ്ട്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന മഹത് വചനം അദ്ദേഹത്തിൻ്റെതാണ്. അതുപോലെ തന്നെ മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി, സംഘടിച്ച് ശക്തരാവുക, വിദ്യ കൊണ്ട് സ്വതന്ത്രരാവുക തുടങ്ങിയ പ്രശസ്തങ്ങളായ സന്ദേശങ്ങൾ നാരായണ ഗുരുവിൻ്റെതാണ്. 1928 കേരളത്തിന്റെ മഹാനായ ഈ നവോത്ഥാന നായകൻ ശിവഗിരിയിൽ വെച്ച് സമാധിയായി. അദ്ദേഹം ഒരു വലിയ സംസ്കൃത പണ്ഡിതനും മലയാള പണ്ഡിതനും ഒക്കെ ആയിരുന്നു. അദ്ദേഹം മലയാളത്തിലും സംസ്കൃതത്തിലും തമിഴിലും ഒരുപാട് കൃതികൾ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം തമിഴിൽ നിന്ന് കുറച്ച് പുസ്തകങ്ങൾ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രധാന മലയാള കൃതികൾ ദേവദശകം, ആത്മോപദേശ ശതകം, അനുകമ്പാദശകം തുടങ്ങിയവയായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രധാന സംസ്കൃത കൃതികൾ വേദാന്ത സൂത്രം, ഹോമമന്ത്രം, ദർശനമാല, ചരമ ശ്ലോകങ്ങൾ, ആശ്രമം, വിനായക അഷ്ടലേയം തുടങ്ങിയവയായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രധാന തമിഴ് കൃതി തീവ്രപതിൻകകൾ ആയിരുന്നു. അദ്ദേഹം കുറച്ച് വിവർത്തനങ്ങളും എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രധാന വിവർത്തനങ്ങൾ അദ്ദേഹം തമിഴിൽ നിന്ന് മലയാളത്തിലേക്കാണ് വിവർത്തനം ചെയ്തത്. തിരുക്കുറൽ, ഒഴിവിൽ ഒടുക്കം തുടങ്ങിയവ അദ്ദേഹം തമിഴിൽ നിന്ന് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തു. ഇനി ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങൾ. ആദ്യത്തെ ചോദ്യം: ശ്രീനാരായണ ഗുരു 1925 ആരെയാണ് തന്റെ പിൻഗാമിയായി നിർദ്ദേശിച്ചത്? അദ്ദേഹം 1925 ബോധാനന്ദയെ തന്റെ പിൻഗാമിയായി നിർദ്ദേശിച്ചു. ശ്രീനാരായണ ഗുരു ഒടുവിൽ പങ്കെടുത്ത SNDP യോഗം നടന്ന സ്ഥലം? അദ്ദേഹം ഒടുവിൽ പങ്കെടുത്ത SNDP യോഗം നടന്നത് പള്ളുരുത്തി എന്ന സ്ഥലത്താണ്. ശ്രീനാരായണ ഗുരു ഒടുവിൽ സ്ഥാപിച്ച ക്ഷേത്രം ഏത്? അദ്ദേഹം ഒടുവിൽ സ്ഥാപിച്ച ക്ഷേത്രം കാവലൻകോട് ക്ഷേത്രമായിരുന്നു. ശ്രീനാരായണ ഗുരു 1916 സന്ദർശിച്ച മഹാൻ ആരാണ്?
അദ്ദേഹം 1916 രമണ മഹർഷിയെയാണ് സന്ദർശിച്ചത്. ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് ജി ശങ്കരക്കുറുപ്പാണ്. ഈ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യേണ്ടതാണ്. എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്തുക. താങ്ക്സ് ഫോർ വാച്ചിങ്.